നമസ്കാരം കൂട്ടുകാരെ. എനിക്കറിയാം ഇപ്രാവശ്യം വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയെന്ന്. എനിക്ക് വേറെ കുറച്ച് പേഴ്സണൽ റീസൺസ് ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഇതേപോലത്തെ ഡിലേ വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. സോ കർക്കിടകം കഴിഞ്ഞു എന്നറിയാം. പക്ഷേ നമ്മൾ ഓൾറെഡി രാമായണ സീരീസ് തുടങ്ങിയതുകൊണ്ട് അത് പറ്റുന്നതും വേഗം തീർക്കാൻ ശ്രമിക്കുന്നതാണ്. സോ ഇന്നത്തെ കഥയിലേക്ക് പോയാലോ? അങ്ങനെ ശ്രീരാമൻ്റെയും സീതയുടെയും വിവാഹം കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് രാമൻ്റെ 3 സഹോദരന്മാരും ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. സീതയുടെ 3 സഹോദരന്മാർ, ഒന്ന് സ്വന്തം അനിയത്തിയാണ്, മറ്റു 2 കസിൻസാണ്. സ്വന്തം അനിയത്തി ഊർമിള, അതുപോലെ കസിൻസ് മാണ്ഡവിയും ശ്രുതകീർത്തിയും. ഇവരെ 3 പേരെയും ഈ രാമൻ്റെ 3 സഹോദരന്മാരും വിവാഹം കഴിക്കുന്നുണ്ട്. അതായത് ലക്ഷ്മണൻ ഊർമിളേനെ വിവാഹം കഴിക്കും, ഭരതൻ മാണ്ഡവി വിവാഹം കഴിക്കുന്നുണ്ട്, ശത്രുഘ്നൻ ശ്രുതകീർത്തി വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പം ഈ 4 സഹോദരന്മാരും 4 സഹോദരിമാരെ വിവാഹം കഴിച്ചിട്ട് ആണ് അയോധ്യയിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അയോധ്യയിലെത്തി കുറച്ച് ദിവസം അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം ദശരഥനൊരാഗ്രഹം. അതായത് മകൻ്റെ വിവാഹവും കഴിഞ്ഞു, പഠിത്തവും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പം ദശരഥൻ അവരുടെ രാജഗുരുവിനെ സമീപിക്കും. എന്നിട്ട് പറയും, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതായത് രാമൻ്റെ എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പും കഴിഞ്ഞല്ലോ. അപ്പം ഇനി ഞാൻ രാജാവ് എന്നുള്ളതിന്ന് മാറിയിട്ട് മകനെ രാജാവാക്കണം. അതായത് രാമനെ ഇനി രാജാവ് എന്നുള്ള രീതിയിൽ പട്ടാഭിഷേകം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പറയും രാജഗുരുവിനോട്. അപ്പം രാജഗുരു സമ്മതിക്കും. ശരിയാണ്, ഇപ്പം ഉത്തമ സമയമാണ് രാമനെ രാജാവായിട്ട് പട്ടാഭിഷേകം ചെയ്യാനുള്ളതിൻ്റെ. അപ്പോൾ അങ്ങനെ രാമനെ വിളിച്ച് കാര്യം പറയും. എന്നിട്ട് രാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള വിളംബരം നടത്തുകയും ചെയ്യും. ഈ വിളംബരം കൈകയുടെ തോഴിയായ മന്ത്രി കേൾക്കും. അപ്പോൾ അത് കേട്ട സമയത്ത് മന്ത്രിക്ക് ഒട്ടും ഇഷ്ടാവില്ല. കാരണം മന്ത്രിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭരതൻ സിംഹാസനത്തിൽ ഇരിക്കണം, അതായത് രാജമാതാവായിട്ട് കൈകി വരണം എന്നാണ് മന്ത്രിയുടെ ആഗ്രഹം. അപ്പം രാമനെ രാജാവാക്കി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കൂലല്ലോ. മന്ത്രിക്ക് ഇതത്ര ഒട്ടും പിടിക്കൂല. അപ്പം മന്ത്രി എന്താക്കും, വേഗം കൈകയുടെ അടുത്ത് ചെന്നിട്ട് മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ രാമന് വിരുദ്ധമായിട്ടില്ല, രാമനെതിരെ അല്ലെങ്കിൽ രാമനോടൊരു ദേഷ്യം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൈകയുടെ ചെവിയിൽ ഓതി കൊടുക്കും. അങ്ങനെ ആദ്യമൊക്കെ കൈകൈ വിശ്വസിക്കാൻ റെഡി ആവുമെങ്കിലും മെല്ലെ 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 പിന്നെയും കേൾക്കുന്ന സമയത്ത് ശരിയാണല്ലോ എന്നൊരു തോന്നൽ കൈകയ്ക്ക് വന്നിട്ട് കൈകി അവസാനം മന്ത്രിയോട് ചോദിക്കും, അപ്പം ഇനി രാമൻ രാജാവാതിരിക്കേണ്ടത് എൻ്റെ മകൻ ഭരതൻ സിംഹാസനത്തിൽ ഇരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പം മന്ദര പറയും, ഇത് ഏറ്റവും നല്ല ഉപായം എന്ന് പറയുന്നത് ഈ അലങ്കാരങ്ങളൊക്കെ ത്യജിച്ചിട്ട് റാണി അങ്ങ് കോപഭവനത്തിൽ പോയിരിക്കാൻ പറയും. എന്നിട്ട് പറയും, മന്ദര പറയും, റാണി അവിടെ പോയിരുന്നു, ഞാൻ രാജാവിനെ കൂട്ടി വരാമെന്ന്. അങ്ങനെ കൈകൈ മന്ദര പറഞ്ഞ പോലെ തന്നെ ചെയ്യും. എന്നിട്ട് മന്ദര എന്താക്കും, രാജാവ് ദശരഥനെ കൂട്ടിയിട്ട് പറയും, അയ്യോ മഹാറാണി കൈകൈ ഇവിടെ ഇങ്ങനെ കോപവനത്തിലാണ്, ആകെ ദുഃഖിതയാണ്, ഭയങ്കര അതുകൊണ്ട് അങ്ങ് വരണം, അങ്ങയുടെ സാന്നിധ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ദശരഥ കേട്ട അയ്യോ കൈകയ്ക്ക് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ വേഗം ചൊല്ലും മന്ത്രിയുടെ കൂടെ. എന്നിട്ട് ചെന്നിട്ട് സംസാരിക്കും, എന്ത് പറ്റി, എന്താ കാര്യമെന്ന്. അപ്പം കൈകൈ പറയും, അങ്ങ് എനിക്ക് മുമ്പ് 2 വരദാനങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയും. അപ്പം ഇതെന്താ വെച്ചാൽ കുറച്ച് കാലങ്ങളും രാമനൊക്കെ ജനിക്കുന്നതിൻ്റെയും കുറേ മുമ്പേ ദശരഥൻ്റെ ഒരു യുദ്ധത്തിൽ കൈകൈ ദശരഥനെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്, ഭയങ്കര വലിയ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനൊരു പ്രതിഫലം എന്നുള്ള രീതിയിൽ ദശരഥൻ 2 വരങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു കൈകയ്ക്ക്. പക്ഷെ അന്ന് കൈകി അത് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പം ദശരഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് എന്ന് വേണമെങ്കിലും എന്നോട് ഈ 2 വരദാനങ്ങൾ ചോദിക്കാമെന്ന്. അങ്ങനെ കൈകി അന്ന് ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് ആ വരദാനം ചോദിക്കാമെന്ന് പറയും. അപ്പം ദശരഥൻ പറയും, ശരി സന്തോഷം, നീ ചോദിക്കുക, എന്താ നിനക്ക് വേണ്ടതെന്ന് പറയും. അവർ ആദ്യത്തെ എൻ്റെ നിബന്ധനയല്ല എനിക്ക് വേണ്ട വരദാനം എന്ന് പറയുന്നത്, ഭരതനെ രാജാവാക്കണം, രാമൻ രാജാവാവരുത്, പകരം എൻ്റെ മകൻ ഭരതൻ രാജാവാണെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ ദശരഥൻ ആകുന്നു ഞെട്ടും. പക്ഷെ അതിന് മുമ്പ് തന്നെ കൈകി 2ാമത്തെ ഇതും ചോദിക്കും. പറയും, എൻ്റെ എനിക്ക് 2ാമതായിട്ട് വേണ്ടത് ഇതാണ്, രാമനെ 14 വർഷത്തേക്ക് വനവാസത്തിന് അയക്കണമെന്ന്. കൈകയുടെ ആവശ്യങ്ങൾ കേട്ട സമയത്ത് ദശരഥൻ ആകെ ഞെട്ടും. 2ാമത്തെ ആവശ്യം കൂടെ കേട്ടപ്പോഴത്തേക്ക് ദശരഥന് എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത അവസ്ഥയാണ്. കാരണം ആഗ്രഹം രാമൻ രാജാവാണെന്നാണെങ്കിലും ഭരതനെ രാജാവാക്കുന്നതിൽ
ഉള്ളത് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ദശരഥന്. പക്ഷേ രാമനായിട്ട് 14 വർഷം വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ രാമനെ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കുക എന്നുള്ളത് ദശരഥന് ആലോചിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ലായിരുന്നു. പക്ഷേ ഈ ദശരഥനെ രാമൻ്റെയൊക്കെ കുലം, അതായത് രഘുകുലത്തില് ഒരു പ്രത്യേകത ഉണ്ട്. അവര് കൊടുത്ത വാക്ക് പ്രാണം പോയാലും വാക്ക് തെറ്റിക്കില്ല എന്നാണ് ഇവരുടെ ഒരു രീതി. അപ്പം കൊടുത്ത വാക്കാണ്. കാരണം അതായത് 2 വരദാനങ്ങൾ തരാന്നുള്ളത്, 2 വരങ്ങള് കൊടുക്കാന്നുള്ളത് വാക്ക് കൊടുത്തത് കൈകേയിക്ക്. അപ്പം ചെയ്തിട്ടില്ലെങ്കിൽ അത്രയും കാലത്തെ പരമ്പര അവരുടെ ആ ഒരു രീതി തെറ്റിക്കുകയാണ്. അത് എന്തായാലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ രാമനെ വിട്ടു നിൽക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയായപ്പം ദശരഥനാകെ വയ്യാതാവും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാവും. രാ ദശ തൻ്റെ പിതാവിൻ്റെ ഈ അവസ്ഥ കേട്ടറിഞ്ഞിട്ട് രാമൻ അവിടെ എത്തും. എന്നിട്ട് രണ്ടാൾക്കാരോടും ചോദിക്കും. കൈകേയിയോടും ദശരഥനോടും ചോദിക്കും, എന്ത് പറ്റി, എന്താ പ്രശ്നം, പിതാവ് എന്താ അത്ര വ്യാകുലനായിട്ടായിട്ട് ഇത്രയും വയ്യാതിരിക്കുന്ന എന്താന്ന് ചോദിക്കും. ദശരഥന് പ്രശ്നം പറയാൻ പോലും പറ്റുന്നില്ല. കാരണം എങ്ങനെ മകനോട് പറയും ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പം കൈകേയി പറയും, അതാണ് നിന്റെ പിതാവ് എനിക്ക് 2 വരങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ അതിപ്പോൾ ചോദിച്ച സമയത്ത് നിന്റെ പിതാവിന് ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറയുന്നെന്ന് പറയും. അപ്പം രാമൻ ചോദിക്കും, എന്താണ് ഈ 2 വരങ്ങൾ? എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ എൻ്റെ പിതാവിന് വേണ്ടിയിട്ട് ഞാൻ പൂർത്തീകരിച്ച് തരാം 2 വരങ്ങൾ എന്ന് പറയും. അങ്ങനെ കൈകേയി ഈ 2 വരദാനങ്ങളുടെ ഈ 2 നിബന്ധനകൾ മുമ്പോട്ട് വെക്കുക. അതായത് നിനക്ക് പകരം, അതായത് രാമന് പകരം ഭരതൻ സിംഹാസനത്തിൽ ഇരിക്കണമെന്നും, അതുപോലെ രാമൻ 14 വർഷത്തേക്ക് വനവാസത്തിന് പോകണമെന്ന് പറയും. അപ്പം രാമൻ ഒരു മടിയും കൂടാതെ ചെയ്യാൻ സമ്മതിക്കും. ദശരഥൻ കുറെ തടയാൻ നോക്കും, അയ്യോ വേണ്ട, ചെയ്യരുത് ദയവ് ചെയ്തിട്ടെന്ന്. പക്ഷേ രാമൻ പറയും, അച്ഛൻ കൊടുത്ത വാക്കല്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്. ഈ വാർത്ത, രാമൻ വനവാസത്തിന് പോകുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞ സമയത്ത് ലക്ഷ്മണനും പറയും, ഏട്ടൻ എവിടെ പോകുന്നു, ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞില്ല, എവിടെ പോകുമ്പോഴും ലക്ഷ്മണൻ എപ്പോഴും കൂടെ ഉണ്ടാവും രാമൻ്റെ കൂടെ. അപ്പം ഏട്ടൻ എവിടേക്ക് പോകുന്നു, അതിപ്പം 14 വർഷത്തേക്ക് വനവാസത്തിനാണെങ്കിലും ഞാൻ ഏട്ടൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ സീതയും പറയും, എൻ്റെ ഭർത്താവ്, എൻ്റെ പതി എങ്ങോട്ട് പോകുന്നു, ഞാൻ വിവാഹത്തിൻ്റെ സമയത്ത് സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ചെന്നാണല്ലോ, അപ്പം വനവാസത്തിനാണ് പോകുന്നതെങ്കിൽ ഞാനും അങ്ങയുടെ കൂടെ വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ ലക്ഷ്മണനും സീതയും രാമൻ്റെ കൂടെ 14 വർഷത്തേക്ക് വനവാസനായിട്ട് അയോധ്യ വിട്ടിറങ്ങുക പിന്നെയും. അപ്പം ഇന്നത്തേക്ക് ഇത്ര മാത്രം. നന്ദി.